പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ലാലേട്ട ആരംഭിക്കാം. വിസ്മയ തുടക്കം അതിമനോഹരമാകട്ടെ. എല്ലാ ആശീർവാദങ്ങളും. 2 ചോദ്യങ്ങളുടെ ഒരു കോമ്പോ ആണ്. ഒരു ചോദ്യം ലാലേട്ടനും ഓരോ ചോദ്യം വിസ്മയ്ക്കും. ഈ തുടക്ക സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാൻ? വിസ്മയ, അടുത്ത ചോദ്യം. പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം? ആദ്യം ലാലേട്ട, കഴിഞ്ഞ് വിസ്മയ. എങ്ങനെ എത്ര മണിക്കൂർ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. ഓഫ്കോഴ്സ് കഥ കേട്ടു. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് സത്യം. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിംഗ്? You just said have fun and discussion. അങ്ങനെ ഡിസ്കഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. ആൻഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേസ്, ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമായിട്ട് ജൂഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യം ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിന് സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം. വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛൻ്റെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? കൊറേ അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. I was nervous. Yeah, ഞാൻ nervous ആയിരുന്നു. 18 അല്ല 16. ഹെൽപ്പ് ചെയ്തു, ജൂട്ടാൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിന്റെ ഫസ്റ്റ് ഷോർട്ട് ആയിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process, and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creative. Thank you so much for the answer, sir. My question is to you. You've seen actors
starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can, on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ co-actors-ന്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് make fun with them, be എന്താണ് ഒരു state of happiness, exchange, and make them comfortable. Same with the Maya. അപ്പം മായ sometimes we feel അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരത്തല്ല എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിനെ ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ. ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാകും, പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്ട് ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇതൊരു പ്രാക്ടീസാണ്. സോ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ വൺ. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ് ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ more it can happen on the stage. This is something different. Entity-wise, it's totally different cinema. So you have to practice. നിങ്ങളുടെ intelligence ആണ് അതിൻ്റെ പുറകിലുള്ളത്. And basically, I believe an actor needs excellent common sense. Thank you. Thank you so much, sir. Jurata. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ലാലേട്ടൻ റെഫറൻസുകൾ ഇല്ലാതെ കടന്നു പോകുന്ന ദിവസങ്ങൾ കുറവാണ്. അപ്പം മകളുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ തന്നെയുണ്ട്. ആ രീതിക്ക് ചെറിയ റെഫറൻസുകൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ട്രെയിലർ കാണുമ്പോൾ ഒരു ആക്ഷൻ സിനിമയുടെ ഭയങ്കര ഫീൽ അടിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടനും വിസ്മയും തമ്മിലുള്ള ആക്ഷൻ സീക്വൻസ് സിനിമയുടെ ഭാഗമാണോ കണ്ടിട്ടുണ്ട്? അങ്ങനെ റെഫറൻസുകൾ ഞാൻ എൻ്റെ കുറേ സിനിമകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക സിനിമകളിൽ ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ വെക്കാറുണ്ട്. ഇതിൽ പക്ഷേ ലാലേട്ടൻ തന്നെ വന്നതുകൊണ്ട് റെഫറൻസ് ഒന്നും എനിക്ക് തന്നില്ല. പിന്നെ ആക്ഷൻ മൂവി ആണെന്ന് ഞാൻ പറയുന്നില്ല, ആക്ഷൻ ഉണ്ട് പടത്തിൽ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ ഞാൻ സിനിമ കാണുമ്പോൾ നമ്മളെല്ലാവരും സിനിമകൾ കാണുമ്പോൾ ടി വിയിൽ സംഘടനം ത്യാഗരാജനുണ്ടോ എന്ന് നോക്കും ആദ്യം പടം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോഴായിരിക്കും ഒരു ഇൻട്രസ്റ്റ് പടം കാണാൻ. എന്ന പോലെ കൂട്ടിന്റെ പേര് പോലെ കുറച്ച് സംഘടന ഉണ്ട് ഈ പടത്തിൽ. പക്ഷെ ഇതൊരു ആക്ഷൻ മൂവി അല്ല, ആക്ഷൻ ഉണ്ട്. ഇല്ലില്ല, അവർ വീട്ടിലുണ്ടോ ആക്ഷൻ ഉണ്ടോ പടത്തിൽ. അതായത് ലാൽ സാറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തരായിരുന്നു. മായയുടെ ആക്ഷൻ പോലും പടത്തിലുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ കൺഫേം ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ആക്ഷൻ പടമാണ്, പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മൊയ്ത്തായി പഠിച്ച എല്ലാവരെയും തിരിച്ചു മറിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല പടത്തിൽ. വളരെ ശാന്ത സ്വഭാവികമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സായിച്ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്, അവിടുത്തെ CA ആയിട്ട് ചെയ്യുന്ന മനോജ് ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാം, പിന്നെ കൊടൂര വില്ലനായ മോഹിച്ചേട്ടൻ പടത്തിലുണ്ട്. അത് മുഗ്ഗര വില്ലനാണ്. അതെ. പിന്നെ ആശിഷ് ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. അഞ്ചേട്ടൻ അറിയാലോ, നമ്മളെ സ്വന്തം അഞ്ചേട്ടൻ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റാണ് ചോദിച്ചോ. ഇത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്താ പറയുക, എപ്പോൾ വിളിച്ചാലും സ്വന്തം ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ വിളിക്കാവുന്ന ബന്ധമുണ്ട് ഈ സിനിമ കഴിഞ്ഞപ്പോൾ. ഈ പടത്തിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരുമായിട്ട്. അപ്പോൾ അത് അത്രയും എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന സിനിമയാണ്. അതൊരു വലിയ സിനിമയൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ലാൽ സാറിൻ്റെ ക്യാരക്ടറും എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജെയ്ക്സൺ പലപ്പോഴും ഇന്റർവ്യൂകളിൽ പറയാറുണ്ട്, ഒന്ന് ഡൗൺ ആവുമ്പോൾ ഒന്ന് പേഴ്സണലി ഒരു ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുടരുക ഈ പോലീസ് സ്റ്റേഷൻ സീക്വൻസിന്റെ ലാലേട്ടന്റെ ജമ്പും അതിൽ കൊടുത്തിട്ടുള്ള ബാക്കിങ്ങും സ്വയം കൊടുത്തിട്ടുള്ള ബാക്കിംഗ് മ്യൂസിക്കിനെ കേട്ടുന്ന സന്തോഷം ഉൾക്കൊള്ളാറുള്ളത്. അപ്പം കുറച്ചുകൂടി വലിയൊരു സ്കെയിൽ കിട്ടിയിരിക്കുന്നു, കുറച്ച് റെസ്പോൺസിബിളും ആണ്. കാരണം ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ അതിൽ ലാലേട്ടൻ പ്രസൻസും ഉണ്ട്. അപ്പോൾ ഈ
തുടക്കത്തിന് വേണ്ടി സ്കോർ ചെയ്യുമ്പോൾ എന്താണ് ബേസിക്കലി മൈൻഡിൽ ഉണ്ടായിരുന്നത് ആസ് എ ഡിസൈൻ? ജൂഡ് പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ കൂടുതൽ എനിക്ക് ഇപ്പൊ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആളാണ്. അപ്പം എനിക്ക് ലാലേട്ടന്റെ തുടർന്നുള്ള സീക്വൻസ് ശരിക്കും അന്ന് സ്കോർ ചെയ്യുന്ന സമയത്ത് ആ എനർജിയിൽ എക്സിക്യൂട്ട് ചെയ്തതിന്റെ ആ ഒരു വൈബ് തിയേറ്ററിൽ കിട്ടിയത് അത് ഇതുവരെ ഇതൊന്നും ഞാൻ റിപ്പീറ്റ് കാരണം അത് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി. തുടക്കത്തിലെ സ്ക്രിപ്റ്റിൽ അനുയോജ്യമായ സ്കോർ തന്നെയാണ് കൊടുത്തത്. അപ്പൊ 7-ാം തീയതി കണ്ടിട്ട് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് അജിൻ ചോദിച്ചതുപോലെ നമുക്ക് ഒരുപാട് ലാലേട്ടൻ റെഫറൻസുകളുടെ സൗകര്യമുണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ലാലേട്ടനോട് എന്താ മോനെ എന്ന് പറയിപ്പിക്കലോ അല്ലെങ്കിൽ ലൈൻ കട്ട് എന്ന് പറയിപ്പിക്കലോ ഇതൊക്കെ നമ്മുടെ ഒരു ശൈലിയായി, ഭാഷ ശൈലിയായി മാറിയിരുന്നു. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് അത് പറഞ്ഞാൽ, അത് വിസ്മയ മോഹൻലാൽ പറഞ്ഞാൽ വലിയ തിയേറ്റർ മൊമെന്റ് ആണ്. അത് പറയിപ്പിക്കാതിരുന്നിട്ട് വേറെ ഒരു കാര്യം ആലോചിക്കുക. അത് എത്രമാത്രം ടഫായിരുന്നു? അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന പരമ്പരയില്ലല്ലോ. കാരണം നമ്മളൊരു സിനിമയാണല്ലോ ചെയ്യുന്നത്. ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ. ആ ക്യാരക്ടറും അതിന്റെ കൂടെ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചാണ് സിനിമ. ഞാൻ തമാശയ്ക്ക് ഒരു ദിവസം ലൊക്കേഷനുമായി എടുത്ത് പറഞ്ഞു ഇങ്ങനെ തൊഴിൽ ജനിച്ച് നടക്കുമെന്ന് ചോദിച്ചു. വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ മായ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊരു ഒരു സീനിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താ മോനെ അങ്ങനെ എന്തോ ചുമ്മാ തമാശ, അത് പടത്തിലൊന്നുമില്ല. കാരണം നമ്മൾ സിനിമ ഇപ്പൊ ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോലും സിനിമകളിൽ അത് വളരെ ബ്ലണ്ടായിട്ട് പോകുമ്പോഴാണ്. അല്ലാതെ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനത്തെ ഏരിയ വന്നില്ല. അതൊരു അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം ഒരു സാധനം ചെയ്യാൻ ആലോചിക്കാറില്ല. സിനിമയുടെ എന്താണോ അതിന്റെ തിരക്കഥയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അതിന്റെ കൂടെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ആന്റണി ചേട്ടനാണ്. ആന്റണി ചേട്ടാ ഇപ്പം ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു നടന്റെ അച്ഛനും കൂടിയാണ്. നടന്റെ അച്ഛനും കൂടിയായിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഈ സിനിമയിലേക്ക് ജോക്കിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ജോക്ക് വരണം എന്ന് ആന്റണി ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അതോ ശാന്തി ചേച്ചിയായിരുന്നു ആഗ്രഹിച്ചത്? അല്ല, ഞങ്ങളങ്ങനെ ഒരു സിനിമാ നടനാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്നൊന്നും വിചാരിച്ചിട്ടുള്ള യാത്രയല്ല. ഈ കഥ കേട്ടു, മായയുടെ സിനിമയുടെ കഥയാണല്ലോ കേട്ടത്. അപ്പൊ ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇന്നൊരു ക്യാരക്ടർ ചെയ്താൽ നല്ലതല്ലേ എന്നുള്ളൊരു ആശയം ഉണ്ടായി. അത് എല്ലാവർക്കും സ്വീകാര്യമായി അങ്ങനെ വന്നതാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശരി. ശരിക്കും പ്രണവിന്റെ പടത്തില് ഒരു വേഷം ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു. അത് 2-3 വർഷമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴെങ്കിലും നടക്കുന്നു. നേരത്തെ പറഞ്ഞൊരു നടന്റെ അച്ഛനും കൂടിയാണ്. ഇനി മറ്റു ഡേറ്റുകൾ കൊടുക്കാൻ, മറ്റു ഡേറ്റുകൾ മറ്റുള്ളവർക്ക് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് പോകും. ഓക്കെയാണ്. അവിടെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. ഹലോ, എൻ്റെ ചോദ്യം സായികുമാർ സാറിനോടാണ്. സോ സർ, ഒരുപാട് ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ്, യു ആക്ടഡ് വിത്ത് എ ലോട്ട് ഓഫ് ടാലന്റ്. അപ്പോൾ ആ സമയത്ത് സ്പെഷ്യലി വെൻ യു ആർ ആക്ടിംഗ് വിത്ത് എ കോ-സ്റ്റാർസ് ഡോട്ടർ, ഇന്റേർണലി നമ്മൾ അവരുടെ പെർഫോമൻസിനെ ഓവർ പവർ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഫോർ ലെജൻഡറി ആക്ടേഴ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ അഭിനയിക്കുന്ന ഒരു പടത്തിനകത്ത് നമ്മളെ വിളിക്കുന്ന ഒരു ക്യാരക്ടറിൽ അത് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റിന്റെ അടുത്തും നമുക്ക് എന്താ പറയാ, സന്തോഷത്തോടെ അവർക്ക് പറയാൻ പറ്റും, ഇങ്ങനൊരു മൊമെന്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇട്ടാൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് എല്ലാവരുടെ ഇല്ല. അത് ഇഷ്ടപ്പെടുകയും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരടുത്ത് മാത്രം നമ്മൾ എളിയ സജഷൻസ് പറയാറുണ്ട്. നമ്മൾ വെച്ചാൽ വേറെ ഒന്നും ചെയ്യാറില്ല. ഹലോ, സാറിനോടാണ്. മലയാള സിനിമയില് ഈ ഒരു ഇപ്പൊ സായികുമാർ എന്ന് പറഞ്ഞ നടന്റെ ആ കുടുംബം, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ ആ കുടുംബം ഒരു കലാകുടുംബം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ എൻ പിള്ള. ഇപ്പൊ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ 48 വർഷമായി, 50 വർഷമാകും. അദ്ദേഹത്തിന്റെ മകൻ വന്നു, അതിനുശേഷം ഇപ്പൊ മകൾ വന്നു. അപ്പൊ ആ ഒരു കലാകുടുംബം മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും വരിക, അതില് അങ്ങനെ തൃപ്തനാണോ? എന്താണ് അദ്ദേഹം അങ്ങേക്ക് പറയാനുള്ളത്?
അത് ഇപ്പം എൻ്റെ ഒരു കാര്യം അവർ രണ്ടുപേരും ഒരു ആക്ടറോ ആക്ട്രസ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഞങ്ങളുടെ കുടുംബവും ചിന്തിച്ചിട്ടില്ല, അത് സംഭവിച്ചേക്കാം. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല, ഇവരുടെ സ്റ്റേജിൽ നിന്നാണ് അവർ അവരുടെ ഫാമിലിയായിട്ട് അത് തുടങ്ങി, അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബവും ഇപ്പോൾ എൻ്റെ സുച്ചിയുടെ ഫാമിലി ആയാലും ഒക്കെ സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് സിനിമയിൽ ആദ്യം വന്നത്. അപ്പം അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതൊരു ബ്യൂട്ടിഫുൾ ജോബ്, നല്ലൊരു സൗന്ദര്യമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് നല്ല എഴുത്തുകാരെ കിട്ടി, തിരക്കഥാകൃത്തുക്കളെ കിട്ടി, സംവിധായകരെ കിട്ടി, കൂടെ അഭിനയിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ആൾക്കാരെ കിട്ടി. അവരുടെയൊക്കെ ഒരു ഓർമ്മ, അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ എൻ്റെ ഫാമിലിയിൽ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യമില്ല. ഇവരൊക്കെ അത് പ്രൂവ് ചെയ്ത് അവരെ ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആക്ടറിന് ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഏത് ആക്ടറായാലും. അപ്പൊ ഇവർക്കും അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, നല്ല സംവിധായകരെ കിട്ടിയിട്ട് കൂടെ അഭിനയിക്കാൻ. പക്ഷെ എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും നമ്മുടെ കൂടെ ഇല്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും അവരുടെ സപ്പോർട്ടും നേരത്തെ സായി പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെയധികം ഉണ്ടായിരുന്നൊരു സമയമാണ്. നമ്മുടെ ദ്രവിഡ് ചേട്ടനായിട്ടോ ഗോപി ചേട്ടനായിട്ടോ അല്ലെങ്കിൽ വാസി സാറുമായിട്ടോ നസീർ സാറോ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. ശിവാജി ഗണേശനായാലും അമിതാഭ് ബച്ചനായാലും നാഗേശ്വര റാവു സാറോ രാജ്കുമാർ സാറൊക്കെ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണിപ്പോൾ. കാര്യം അവരൊക്കെ പോയി, എന്നാലും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഓൾസോ ബ്ലെസ്ഡ്. അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് സർ പണ്ട് ലാലേട്ടൻ സാഗറിൽ ജയിക്കുന്ന സമയത്ത് ഭക്ഷണം എങ്ങനെയാണ്, ഭക്ഷണത്തിനോട് എങ്ങനെയാണ് ബഹുമാനം കാണിക്കുന്നത് എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഭയങ്കര വൈറലായിരുന്നു. അതിനോട് എങ്ങനെയാണ് ആദരപൂർവ്വം പെരുമാറേണ്ടത് ഭക്ഷണത്തിനെ പറ്റി. അപ്പം അതിൽ ലാലേട്ടൻ മനുഷ്യൻ ബേസിക് ആയിട്ടൊരു ഫുഡിനോട് എത്രമാത്രം ബഹുമാനം കാണിക്കുന്നതാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോ മകൾക്ക് ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ചേരം ട്രാവൽ ചെയ്തല്ലോ, എത്രമാത്രം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ ആസ് എൻ ആക്ടർ ലാലേട്ടനെ പറ്റി എല്ലാവരും പറയുന്നത് പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ്, ഏറ്റവും നാച്ചുറൽ ആയ റിയാക്ഷൻസ് എന്നൊക്കെയാണല്ലോ. അതിന്റെ ട്രേസസും എത്രമാത്രം കൂടെ വർക്ക് ചെയ്തത് എന്താ മനസ്സിലായത്? ലാലേട്ടൻ എന്നൊരു വിസ്മയമാണ് മലയാളം, പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി പറയാം. എല്ലാ രീതിയിലും ആസ് എൻ ആക്ടർ, പേഴ്സണൽ ലൈഫിലും ഒക്കെ അദ്ദേഹം വലിയ മാതൃകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പണ്ട് വന്ന ഇൻസിഡൻറ്റ് ലാലേട്ടൻ പലരും ഞാൻ അജിമ തള്ളിയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയും ലാലേട്ടൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അനുവാദത്തോട് ഇത് എഴുതിയിട്ടുണ്ട്. ഇപ്പം അതേ മുന്നിലിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവമാണ്, ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ മോള് അത് ഞാൻ അധികം ദിവസം മോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മോളെ കണ്ട ആ നിമിഷം മുതൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു കുട്ടി. ആ ചിരിയിൽ തന്നെ അത് കാണാം എത്ര സിൻസിയറാണ്. അപ്പോൾ അതാണ് വിസ്മയ. എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത്രയും ഇനി ഇടയ്ക്ക് വന്ന ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി വിസ്മയ എന്താണ്. അപ്പോൾ ഇനി വിസ്മയ എന്ന ആക്ട്രസ് എന്താണെന്ന് നമ്മൾ 7-ാം തീയതി കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സന്തോഷമാണ് ഈ സിനിമയിൽ വരാൻ കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെയും മകൻ്റെയും മകളുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കുക, അത് അപൂർവമായൊരു ഭാഗ്യമാണ്. ഈ തുടക്കം സിനിമയിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരിക്കുക. ആ സിനിമയിൽ വരാൻ കഴിഞ്ഞത് നല്ല റോളൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും മനോഹരമായൊരു നിമിഷമുണ്ടായത് ഈ എൻ്റെ അവസാന ദിവസം, അതായത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് വിസ്മയം ചോദിച്ചു, വിസ്മയ കാരവല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാനതൊന്ന് നിൽക്കാൻ പറഞ്ഞു. വിസ്മയ വെള്ളി ഇറങ്ങി വന്നു. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്. ഓ ശരി ചേട്ടാ, സന്തോഷം. ഞാൻ പറഞ്ഞു മോളുടെ അച്ഛൻ്റെ സിനിമയിൽ നാളെ രാവിലെ ഞാൻ ജോയിൻ ചെയ്യും പറഞ്ഞു. ആ ഒറ്റ ദിവസം രാവിലെ ലാലേട്ടനോട് ഞാൻ അതിമനോഹരത്തിൽ അഭിനയിക്കാൻ പോകണം. അതൊരു വല്ലാത്ത മൂമെൻ്റാണ്. മകളുടെ സിനിമയിൽ നിന്ന് അച്ഛൻ്റെ സിനിമയിലേക്ക്. ഇനി ചിലപ്പോൾ ഒരു അതിമോഹമാണ് മോനെ ദിനേശാന്ന് ലാലേട്ടൻ പറയരുത്. ഇനി ലാലേട്ടൻ്റെ സിനിമയിൽ നിന്ന് ഞാൻ അവസാനം പറയും, ലാലേട്ടൻ ഞാൻ വിസ്മയുടെ പടത്തിലേക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവേണ്ടത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് സന്തോഷമാണ്. തുടക്കത്തിന് എല്ലാവിധ ആശംസകളും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ തുടക്കം
തുടങ്ങുകയാണ്. 7-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവും. ഒരേ ഷോട്ടുകൾ എടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ ഇന്ന് നിങ്ങൾ കാണുന്നതാണ്. കുടുംബത്തിലുള്ള ആളാണ്. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴും വിസ്മയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ലൊക്കേഷനുണ്ട്. അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെ പറയാറുണ്ട്. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ടിന്റെ സമയത്ത്. കാരണം അപ്പയും അമ്മയും ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പ്രിപ്പറേഷനെ പറ്റി തയ്യാറെടുപ്പുകൾ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ഞാൻ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിന് മുൻപായിട്ട് നാളെ വരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടിട്ട് കുറേ റെഫറൻസസും നോട്ട് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് ഇൻ മൈ ഓൺ വേ ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ശ്രമമായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഫീൽ ലൈക്ക് ഐ വാച്ച് ലൈക്ക് ലോട്ട് ഓഫ് മൂവീസ്. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഓബിയസ്ലി ജൂഡേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിനെ പറ്റിയിരുന്നു. അത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കാരണം ഓരോ സീനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോയിന്റ് ഔട്ട് ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈസ് എ പ്രൊഫഷണലിസ്റ്റ്. അപ്പോൾ കിട്ടുന്നത് വരെ ഈ കീപ്സ് ട്രൈ. എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈവൻ സായികുമാർക്ക് കുറേ എക്സസൈസസ് ഈവൻ കണ്ണിനെ പറ്റി കുറേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഈ ഒരു ടീം കിട്ടിയതിൽ തന്നെയാണ് ആക്ച്വലി വെരി ലക്കി. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഏബിൾ ടു ഡു വാട്ട് ഐ ഡിഡ്. ബട്ട് അതായിരുന്നു എൻ്റെ ഒരു ഹോൾ പ്രോസസ് ഓഫ് ദി ജേർണി. സോ ഷൂട്ട്. Yeah, so my question is also directed to you. So debuts often come with a lot of nervousness, but in your case, there's too much of expectations. Likewise, but is that something that you have to, that helps you creatively, or is it something that you have to constantly unlearn during filmmaking? The whole side of expectations and everything. Not really, because I think my whole life has been in film. അപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് സെറ്റ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ആളാണ്. സോ ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പ്രഷർ. ബട്ട് ഓബിയസ്ലി ദേർ വാസ് എ നെർവസ്നെസ്. ബിഗിനിങ് ഒരു 2-3 ടേക്സ് ഞാൻ ഓബിയസ്ലി ഭയങ്കര പ്രഷറായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവരും അത്രയും വെൽക്കമിങ് ആൻഡ് വെരി സ്വീറ്റ്. ചൂടേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ജോമോൻ ചേട്ടൻ ഇസ് നോട്ട് ഹിയർ, പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ ക്യാമറയുടെ അടുത്ത് ഞാൻ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ ആ ഒരു കംഫർട്ട്നെസ് കിട്ടിയോടെ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ദേ വർ ഹാപ്പി വിത്ത് ഇറ്റ്. സോ ദാറ്റ്സ് വാട്ട് വാസ് ഓൾസോ മൈ ഹാപ്പിനെസ്. ഡയറക്ടറോട് കുറെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമ ട്രാവൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, അത് എൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ ഒരിക്കലും ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാവുന്നു, അല്ല സിനിമയിൽ അഭിനയിക്കാൻ വരുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുള്ള ആളല്ല. അതിനു മുമ്പുള്ള പരിചയമാണ് എല്ലാവരും എല്ലാവരും കൊണ്ടിരിക്കുന്ന പല ആൾക്കാരായിട്ടും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പുള്ള ബന്ധങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെനിക്ക് ഇപ്പം ഈ സംഭവിക്കുന്നത് പോലും അൺബിലീവബിളാണ്. ഞാൻ ഇവരുടെ ഒപ്പം ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ ഇരിക്കാൻ പറ്റുന്നതിന് എല്ലാം ഒരു ഭാഗ്യമാണ്. തുടക്കം എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 കുട്ടികളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്, ജോക്കും നായക്കുട്ടിയും. അപ്പോൾ അവരുടെ ഒപ്പം പെർഫോം ചെയ്യാനും അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. Hi, Ismaya. Hope you're doing well and welcome to Malayalam film industry. So I just want to ask you something. When we are looking into the poster of our movie, we could see some huge names actually. With Jude Anthony Joseph, we could see Yannick Bender, Stan Silva, and if we are looking into DOP, Akhil George, Jomoti John, other than our own Jakes Joy, everyone. So first ever movie, are getting the chance to work with them. That is something very huge, which is very happiest part of the main journey. So how do you feel? So grateful that this can be my start, and obviously that's only because of my dad, right? But the chance to work with everyone here, and they were so patient and so incredibly
I'm a beginner, but the fact that they were patient, that, yeah. Yeah, as I'm just asking a follow-up question in that, as you are a beginner, and we know that our Malayalam film industry is still now going through a remarkable phase actually. So in this remarkable phase, we could see newcomers, freshers are getting enough chance. Day by day, we could see they are scoring hundreds in box office, those things and all. At this momentum, you are getting a chance to be in this industry for the as Thodakam. So how do you feel that opportunity as well? Like again, just there were so many moments that I'm in the set and I'm looking around and wow. Thank you. Yeah. വിസ്മയ നമ്മളിപ്പോ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോ മീശബിരി മുണ്ടും മടക്കുത്തി കാല് കളിച്ചിട്ടുള്ള അടിയൊക്കെ അപ്പം വിസ്മയ വരുന്നു അപ്പൊ ആക്ഷൻ മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നു കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ ഉണ്ടോ ആക്ഷൻ ഉണ്ടോ അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടൻ എങ്ങനെയാ നമ്മുടെ ഇത്രയും കാര്യം പൊക്കുന്നില്ല. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. പറഞ്ഞില്ലേ ചൂട് പറഞ്ഞു. കാര്യം ഞാൻ വേട്ടെ ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺസിലോ പേര് യാദിക് പേൻ, ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. അതിന്റെ വീട് പാവം. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ ആളുകൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലല്ല, ഇത് മാറ്റാൻ ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനുമില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു പ്രിപ്പറേഷനാണ്, അതറിയാതെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തു. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണ്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. അപ്പം നമ്മളെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ. Sir, one question to you. You've always described your filmmaking process as instinctive rather than a lot of elaborate performances. But watching Vismaya during her filmmaking process, did you recognize her own style of preparation, or could you connect it with your style of just going with the flow? No, she has got a problem of the language. So, നമ്മുടെ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സോ ഷീ ഡസൻറ്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ
നോർമലി ആക്ടേഴ്സിന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So, I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ. വി സേ ദാറ്റ് ഈസ് ഞാൻ ചെയ്തു എന്നല്ല, അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻഡ്യൂറ്റീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. Sometimes you will get naturally, or you can cultivate it, you can develop it. That is their intelligence. But I think as ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻഡ്യൂറ്റീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹർ ഓൺ വേ. അതൊരു ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആർട്ട് അസോസിയേഷൻ വാച്ചിങ് മൂവീസ് ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്കാണ് എനിക്ക് തോന്നുന്നത്. പോരെ ചോദിച്ചോ. അല്ല എൻ്റെ അടുത്ത് പോലെ സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഏകദേശം നിങ്ങളുടെ 3 ആൾ ജെയ്സായിട്ട് നടക്കുന്ന നിങ്ങളുടെ 3 ആളുകളുടെ ഒരു കൂട്ടുകെട്ട് നോക്കുവാണെങ്കിൽ 3 to 5 ഫിലിംസ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൗണ്ട് ഡിസൈൻ, അല്ലാന്നുണ്ടെങ്കിൽ DOP എന്നുള്ള മ്യൂസിക്. അതിന്റെ ആ ഒരു വേവ് ലെങ്ത് നിങ്ങൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വർക്ക് ആവുന്നു അതാണ് നമ്മളും ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ട്രെയിലറിൽ ഏറെക്കുറെ ഫീൽ ചെയ്യാൻ പറ്റി. അപ്പം എങ്ങനെയായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ആശീർവാദിന്റെ വിസ്മയ വരുന്നൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അറിയാലോ എത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്നു, അതിന്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഇത് വന്നു, പടത്തിന്റെ എത്രത്തോളം ഒരു ഔട്ട്പുട്ട് വന്നു പ്രതീക്ഷിക്കുന്നില്ല? വാട്ട് യു ഫീൽ? അല്ല, ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇതൊരു വളരെ റെയർ ആൻഡ് സ്പെഷ്യൽ മൊമെന്റ് ആയിട്ടാണ് ഞാൻ ഫീൽ ഇവിടെ ഇരിക്കുന്നത് ഉൾപ്പെടെ. കാര്യം ലാലേട്ടൻ്റെ കൂടെ ഒരു വീട്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത്, അതും ഇവിടെ നിൽക്കുന്ന ഇവിടെ ഉള്ള എല്ലാവരും, ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും എനിക്ക് തോന്നുന്ന വിസ്മയ നന്നായിട്ട് അഭിനയിച്ച് കാണണം ഭയങ്കര ആഗ്രഹം തോന്നുന്ന ആൾക്കാരാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ലാലേട്ടൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ജേണിയിൽ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫീലാണ്. ഈ എന്താണെന്നറിയില്ല, കാര്യം ഇത് വളരെ അടുപ്പം ഉള്ള ഒരാൾ ഒരുപാട് പേരുടെ സ്നേഹം നേടാൻ പോകുന്ന ഒരു മൊമെന്റിന്റെ തുടക്കമാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, വിസ്മയുടെ തൊട്ടടുത്ത് സിനിമയുണ്ട്, വിസ്മയുടെ ആയിക്കോട്ടെ ആഷിഷിന്റെ ആയിക്കോട്ടെ. അതുകൊണ്ട് ആകാം സിനിമ ഇത് സംഭവിക്കുന്നത് ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടാകും, അങ്ങനെ പല ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ചെറിയ വ്യത്യാസമുള്ള, ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രോഡക്റ്റ് കണ്ട ആളാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി, ഒരു പോസിറ്റിവിറ്റി തോന്നി എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരിലേക്കും എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമ അടുത്തുള്ളത് കൊണ്ടല്ല ഈ സിനിമ സംഭവിച്ചത്, വിസ്മയുടെ അടുത്തുള്ളതുകൊണ്ടല്ല. സിനിമയോട് വിസ്മയ്ക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് സിനിമ വിസ്മയിലേക്ക് എത്തിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും എന്ന് ഒരു വിശ്വാസം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പിൽ ചെയ്ത ലാലേട്ടൻ്റെ പടം തുടരുവാണ്. അപ്പോൾ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ സിനിമ എത്ര പേരായിരിക്കും കാണുന്നതെന്നുള്ളൊരു സത്യം. എത്ര പേരാണ് ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക തിയേറ്ററിൽ അല്ലെങ്കിൽ അതിന് ശേഷം. അപ്പം അതിന്റെ ശബ്ദം, സൗണ്ട് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. ലാലേട്ടനിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ സിനിമയിൽ സംഭവിക്കുന്ന മാത്രം ഒരു കാര്യമാണ്. അപ്പോൾ അത് വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഇപ്പോ ഇനി നമുക്കെല്ലാവർക്കും കിട്ടിയ ഒരു നല്ല നടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിലേക്കുള്ള ഒരു യാത്രയുടെ കൂടെ ഒരു പാർട്ടാകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ പറയുന്ന പോലെ ജൂഡിന്റെ ഡയറക്ഷനിൽ അത് നമുക്കൊരു ഫ്രീഡം ഡയറക്റ്റ് തന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്കാർ, ഇപ്പം ജെയ്ക്സിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, ജെയ്ക്സിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, അത് എഡിറ്റ് ചെയ്ത് ചമനായിക്കോട്ടെ, ഇതൊരു ടോട്ടാലിറ്റിയിൽ നമ്മൾ ആ ഒരേ ആഗ്രഹത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ടോട്ടൽ പ്രോഡക്റ്റ്
പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ പാർട്ടാകാൻ കഴിഞ്ഞതിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും എനിക്ക് അതിൻ്റെ എല്ലാ സന്തോഷവും. Hi Akhil. Sorry to interrupt. One last question for Akhil. Sorry to interrupt. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു 10-15 മിനിറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഓൾ ദ മീഡിയ ഫ്രണ്ട്സ് നമുക്ക് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും റിലേറ്റഡ് ടു ദ മൂവി കിട്ടിയിട്ടുണ്ട്. To one last question and നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. One last question for Akhil. Akhil, കളയാണെങ്കിലും എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2018 വരുവാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ ഈ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫി ആളുകൾ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നടക്കാൻ അതിനെ കുറിച്ച് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ആസ്പെക്ട്സിലെ കൂടെ ഞാൻ ചോദിക്കുന്നത്, അതായത് നമ്മുടെ യാനിക് ബെനൻ സ്റ്റൺസ് സിനിമ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ അധികം ഇവർ പറയുന്നില്ല പോട്ടെ, എന്നാൽ പോലും ആ സമയത്ത് ഉണ്ടായ എഫേർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാൻ മാത്രം സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ജോമൻ ചേട്ടനായിരുന്നു. പുള്ളി വേറെ പടങ്ങളുടെ ഡേറ്റ് ഇഷ്യൂസും അങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുള്ളി മാറി, ഞാൻ വന്നു. പ്ലസ് ഇന്നൊരാൾ സുദീപും കൂടി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഫൈറ്റ് സീക്വൻസുകൾ വർക്ക് ചെയ്തിട്ടില്ല. സുദീപും ജോമൻ ചേട്ടനോടെ ഫൈറ്റ് സീക്വൻസുകൾ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ മെയിൻലി സീൻസ് ആയിരുന്നു കൂടുതലും വർക്ക് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഫൈറ്റ് സീക്വൻസിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇവിടെ അടുത്ത പടം മോഹൻലാൽ സാറിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പടം അല്ല അങ്ങനെയല്ല, ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യുന്നു. തുടക്കത്തിന്റെ ഒരു തുടക്കം വിസ്മയോട് കൂടി ഒരുക്കി ഇനി ലാലേട്ടന് വെച്ച് ആ 3 മക്കളെയും കൂട്ടിയ ഒരു സിനിമ. ഈശ്വരൻ അങ്ങനെ ഒരു ഭാഗ്യം തരട്ടെ. അനിൽചേട്ടൻ പ്രൊഡ്യൂസറും അങ്ങനെ ഒരു ഭാഗ്യം കൂടെ തരട്ടെ. സത്യം അത് പറയാൻ പറഞ്ഞത് എനിക്ക് ഒരു പോയിന്റ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയാൻ പറ്റുന്നതാണ്. ഞാൻ 5ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത്ര ഫ്രീഡം തരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും ഏത് ആർട്ടിസ്റ്റിനെ വേണമെങ്കിലും എന്ത് എക്യുപ്മെന്റ് വേണമെങ്കിലും ഏത് ടെക്നീഷ്യനെ വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് കളയാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ നമ്മൾ ചേട്ടനെ വിളിച്ച് പറയും, ചേട്ടാ ചിലപ്പോൾ ഒരു 2 ദിവസം നമ്മൾ ചാർട്ട് ചെയ്തെടുക്കാനും കൂടും. മോനെ അത് സാരമില്ല, പുതിയ കുട്ടിയില്ല, എത്ര കൂടുതൽ പിന്നെ ഞാൻ എനിക്ക് തോന്നി, ഞാൻ മായ എടുത്ത് പറഞ്ഞു, മായ എനിക്ക് പ്രശ്നമില്ല, പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം, മായ ധൈര്യമായിട്ട് വിളിച്ചത്. അതൊരു ഭയങ്കര ബലമായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു വാക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് കാര്യമായിരുന്നു. Thank you everyone. Thank you so much. A big thanks to every one of you for joining here for this incredible beginning of Tudakam. എല്ലാവർക്കും അറിയുന്ന പോലെ once again movie will hit the screen on August 7th worldwide. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒരു മൂവിക്ക് ഉണ്ടാവണം. Thank you so much everyone. So signing off, this is Manju Manoj. Thank you.